ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു മസാലപ്പുട്ട് ഉണ്ടാക്കിയാലോ? അപ്പോൾ ആദ്യം നമുക്ക് ഇച്ചിരി അരിപ്പൊടി എടുത്ത് അതിനകത്തോട്ട് കുറച്ച് ലേശം ഉപ്പിട്ടാൽ മതി. ഉപ്പിട്ട് ചെറിയ ചൂടുവെള്ളത്തിലാണ് ഞാൻ നനയ്ക്കുന്നത്. അത് നനച്ച് മാറ്റി വെക്കാം. കുറച്ച് തേങ്ങ തിരുമ്മി വെക്കാം. പിന്നെ കുറച്ച് ക്യാരറ്റ് നമുക്ക് ചീകി എടുത്ത് വെക്കാം. പിന്നെ അതുപോലെ കുറച്ച് കരിയാപ്പില ചെറുതായിട്ട് അരിഞ്ഞ് വെക്കാം. ആദ്യം നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഉള്ളി വഴറ്റി ഉള്ളി ഒരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് ലേശം ഉപ്പിടാം. ഉള്ളി ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് തേങ്ങ അങ്ങോട്ട് ഇടാം. തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അത് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് യോജിച്ച് വരുമ്പോഴത്തേക്കിന് നമുക്ക് വറ്റൽമുളക് ഗ്രൈൻഡ് ചെയ്ത കുറച്ച് മുളക് അതിനകത്തോട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് കരിയാപ്പില അരിഞ്ഞ് വെച്ചിരുന്നല്ലോ അതും കൂടെ അതിനകത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ പുട്ടുപൊടി കുഴച്ച് വെച്ചിരുന്നായിരുന്നല്ലോ അത് അതിനകത്തോട്ട് ഇട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്ത് വെച്ചത് അതിനകത്തോട്ടിട്ട് അതുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ. എന്നിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് പാകത്തിന് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം പരിപാടി കഴിഞ്ഞ്. പിന്നെ നമുക്ക് ആവി വേവിക്കാനായിട്ട് പുട്ടുകുറ്റിക്കകത്തോട്ട് തേങ്ങ വാരിയിട്ട് പുട്ടുപൊടി വിതറി ഇപ്പം ആവി കയറാനായിട്ട് വെക്കാം. ആവി വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മസാലപ്പുട്ട് റെഡി. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. സൂപ്പറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളിയാണ് കേട്ടോ. ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ. നല്ല ടേസ്റ്റാണ്. കറിയുടെ കൂടെ കറി കഴിക്കാൻ അടിപൊളിയാണ്. ഒരു വട്ടമെങ്കിലും ഇതുവരെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.